തന്റെ മുത്തച്ഛനിപ്പോ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല. കണ്ടില്ലേ സ്പോർട്സ് ഡ്രസ് ഇട്ടുകൊണ്ട് സ്പിരിറ്റ് അടി. ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണമെന്നാ. ഈ രണ്ട് ചെകുത്താന്മാരെ ഒന്നിച്ചെങ്കിൽ പങ്കനിട്ട് എന്തോ ഒരു പാരയുണ്ട്. അച്ഛനാണ് സത്യം. പറഞ്ഞു നാവെടുത്തില്ല. ആ ഫോണിങ് തന്നെ താമസിയാതെ കമാൻഡറുടെ എല്ലാ ആണവരഹസ്യങ്ങളും നമുക്ക് മണിമണിയായി കേൾക്കാം. അതെങ്ങനെ? ഇതാ കേട്ടോ. കായികത്തിന്റെ മറവിൽ കള്ളുകൂടി പരനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന. തനിക്കറിയില്ല എന്റെ വിഷമം. എന്റെ മിലിറ്ററി കോട്ട ഒളിപ്പിച്ചു വെച്ച് എനിക്ക് തന്നെ റേഷനായിട്ട് തന്ന് എന്നെ മുതലെടുക്കാ കാന്താരി. പങ്കനെ കുറിച്ചാ? ഓട്ടോറിക്ഷ ബോഡിയിൽ റോക്കറ്റ് എഞ്ചിൻ ഫിറ്റ് ചെയ്ത കേസാ അത്. എത്ര ശരിയാ. ആ യക്ഷിയെ നീ വേണം ഒന്ന് തളച്ചു തരാൻ. മൂർദാവിലെ ആണി അടിച്ച് ഞാൻ തളച്ചു തരാം. പക്ഷേ ഞാൻ പറയുന്ന പോലെ അവളുടെ ഓരോ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായി ചോർത്തി തരണം. അവരുടെ കളേഷ് ഷോ ഞാൻ കൊളമാക്കി തരാം. ഇനി മുതൽ അത് കൊളേഷ് ഷോ ആണ്. അത് മതി. അങ്ങനെ അവള് ചാനലിൽ നിന്ന് ഔട്ടാവണം. അവളെ ഒന്ന് നേരെയാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. ഞാൻ ഒഴിച്ചു കൊടുത്ത കോട്ട കുടിച്ച് വളർന്ന ആളാ. പെഗ് കൊടുത്ത കൈക്ക് എന്നെ കുത്തി. രണ്ടും ചേർന്ന് എന്നെ ഒതുക്കാനുള്ള ശ്രമം. നിന്നെ ഒതുക്കുന്നതിന് മുമ്പ് നിന്റെ മുത്തച്ഛനെ ഒതുക്കണം. അതിന് വഴിയുണ്ട്. എങ്ങനെ? മുള്ളിനെ നമുക്ക് ഫുള്ള് കൊണ്ടെടുക്കണം. എന്തോ മുൻജന്മ ബന്ധം പോലെ സാറിന് സഞ്ജയ് സാറിന് ഭയങ്കര ഇഷ്ടം. ഇതെന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു സുഭിക്ഷമായി അങ്കിളിനൊന്ന് ട്രീറ്റ് ചെയ്യണമെന്ന്. അവൻ തറവാടിയാ. ഇവനും ഞാനും. രാജലക്ഷ്മി ഞാനല്ലേ ഗ്യാരണ്ടി? നല്ല ISI മാർക്കുള്ള ഗ്യാരണ്ടി. കൃത്യമായി പറഞ്ഞാൽ മാഡം ഇപ്പൊ തിയേറ്ററിൽ കയറി കാണും. തിയേറ്ററിലോ? ഏത് സിനിമ കാണാൻ? ഓപ്പറേഷൻ തിയേറ്ററിൽ. മണ്ടൻ. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ഒരെണ്ണം കൂടെ ഒഴിച്ചു. വലിക്കല്ലേ. ഈ വീട്ടിലിരുന്ന് സ്വാതന്ത്ര്യത്തോടെ മദ്യപിക്കുന്നത് ഇന്നാ. രാജലക്ഷ്മി വന്ന ഒന്നല്ല 3 സർജറിയാണ് മാഡത്തിന്. ഓരോ മൂമെന്റും വാച്ച് ചെയ്യാൻ ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. ആരെയും പേടിക്കണേ, പ്രായം എത്രയായല്ലോ. ഞാനൊറ്റ എന്തായാലും എന്റെ ഒരു മനസമാധാനത്തിന് നീ ഒന്ന് വിളിച്ച് അന്വേഷിച്ചേ. നീ കുപ്പി പിടിച്ചേ. ആരെ? നിന്റെ അച്ഛനാ? ഹലോ. അതെ, അവിടെ എന്തായി? ഡ്യൂട്ടി കഴിഞ്ഞ് പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മുത്തശ്ശൻ പാമ്പായി എഴയണം. ഓക്കെ? ഓ, മേജർ സർജറി ആണല്ലേ. ഓക്കെ. പാവം മേജർ, രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മുത്തച്ഛൻ മുത്തിക്കോ. ഓപ്പറേഷൻ കഴിയുമ്പോ ഒരുപാടാവും സമയം. നിനക്ക് സുഖാവുണ്ടേ മോനെ? ഒരെണ്ണം കുടിച്ചേക്കാം. പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണം കഴിച്ചേക്കാം അല്ലേ? വെള്ളം എന്തൊരാക്രാന്തം. വെള്ളം ഒഴിച്ചാൽ ഞാൻ തുമ്മും. അലർജിയാ. സാറ് മഹാപിശുക്കനാണെന്ന് എല്ലാരും പറയണത്. പക്ഷെ എനിക്കത് തിരുത്തണം. ഒരു 5000 മണീസ് എനിക്ക് കടമായിട്ട് തന്നാ മതി. മോനെ ഗോപി, എന്തോ? നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. സന്തോഷായി. എന്നാ അതിന്ന് കുറച്ച് കടമായിട്ട് തന്നാ മതി. സാറേ, എനിക്ക് അംഗം കുറിക്കണം. അംഗം കുറിക്കാനോ? അതിന് വാളെവിടെ? വാള് ഉറയിലുണ്ട്, ഊരട്ടെ. ഇത് വാളല്ല, ഇത് ഉറുമിയാണ്. അയ്യോ രാജലക്ഷ്മി, ഇനി ഇവിടെ നിൽക്കണ ശരിയല്ല. വിട്ടേക്കാം. ഇവരും പോയാ? ഭയങ്കര ചൂടാ. കട്ടൻ കാപ്പിയാ? കട്ടൻ കാപ്പി കുപ്പിയിലോ? ഫ്ലാസ്ക് ഒടഞ്ഞു പോയി, അപ്പൊ കുപ്പിയിലാക്കി. എന്താ ഇതൊക്കെ? ഇത് ചിക്കൻ മിക്സർ ജിപ്സി. എന്താ വേണ? ഫിറ്റാണല്ലേ? ഗൃഹാതുരത്വം, മസ്തിഷ്കപ്ലാണം, തൃശൂർ പേരൂരുണ്ട്, പ്രത്യുഗ്നൻ. എന്താ കറക്റ്റല്ലേ? ഞാൻ പറഞ്ഞത് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യമായോ? പുതിയ കൂട്ടുകെട്ട് തുടങ്ങിയ പിന്നെ ഇതാ സ്ഥിതി. സ്പോർട്സ് ഡ്രസ്സും ധരിച്ച ദിവസം എങ്ങോട്ടാ യാത്ര? കൂട്ടുകാരന്റെ കോട്ടേഴ്സിൽ കോട്ടയടിക്കാൻ. 100 കൂട്ടം അസുഖങ്ങളുള്ള മനുഷ്യന് നേരാമണ്ണം നോക്കി മരുന്നും ഭക്ഷണവും നൽകി പരിപാലിക്കുന്ന എന്നെ വേണം പറയാൻ. ഒരു കാര്യം, എന്റെ പെർമിഷൻ ഇല്ലാതെ ഇനി ഈ വീടിന്റെ ഗേറ്റ് കടക്കരുത്, പറഞ്ഞേക്കാം. ഒരു കാര്യം, ഗേറ്റ് പഴയ സ്ഥലത്ത് തന്നെയല്ലേ, മാറ്റിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ശബ്ദരേഖ? എന്റെ പ്രോഗ്രാം കൊളവാക്കും അല്ലേ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇനി അടുത്തത് അവന് അമ്മാരെ മക്രിസ. ഇതെങ്ങനെയുണ്ട് കണ്ടേ കൊള്ളാലോ. അയ്യോ അയ്യേ. Hey. Hey. Come here, come here. What's your name? ആദി. ആദി. ഈ പ്രതിമ സാരി ഉടുത്ത് നിൽക്കുന്നതിന് നിനക്ക് എന്താ ഇത്ര ആദി? സ്ത്രീകളോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവണം. അത് ജീവനുള്ളതായാലും പ്രതിമയായാലും. യു കം 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 ദിസ് സൈഡ്, ഓക്കേ? പാവാടയില്ലാത്ത സാരി ഉടുത്ത്. അയ്യേ വസ്ത്രാക്ഷേപം. ഇതാര്? ദുശാസനോ? അല്ലല്ല, ദുശാസനൻ താപ്പോടെ ചെക്കനാണ്. ഞാൻ കൃഷ്ണൻ സാരി ഉടുപ്പിച്ചോണ്ടിരിക്കണില്ലേ? കഷ്ടം, പ്രതിമയെ പോലും വെറുതെ വിടില്ല. മാറിക്കോ, അങ്ങോട്ട് മാറിക്കോ. രാവിലെ വെറുതെ ഇറങ്ങിക്കോളും. ആക്ച്വലി ഇതിനെ പിന്നെ മനസ്സിലാക്കാം. തന്നോട് മാറിക്കാൻ പറഞ്ഞു. സോറി, ഇന്ന് ആരെയാണോ ആ കണി കണ്ടത്? അവനെന്റെ കൈ കിട്ടി അവനെ ഞെക്കി പിടിച്ച് ചോറ് ഊറ്റി അയ്യോ ഫോട്ടോ കൂടെ വിട മാറ്റീங்களாடா അടക്കടവുളെ. വീട്ടുതടങ്കലിരിക്കാൻ ഞാൻ എന്താ രാജ്യദ്രോഹിയ? ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഇതെന്താ സ്വപ്ന? ഇത്രയും നാൾ ഒളിച്ചും മോഷ്ടിച്ചും കുടിച്ചതല്ലേ, ഇന്ന് അന്തസ്സോടെ ഒരെണ്ണം വീശാട്ടെ. വല്യമ്മ, എന്താ മോളെ? പെക്കിന്റെ അളവ് കറക്റ്റ് ആണോ ഒന്ന് നോക്കി. കാക്ക ചെലപ്പോ മലർന്ന് പറഞ്ഞേക്കാം, കാലം മാറുകല്ലേ, ചെലപ്പോ സൂര്യൻ പടിഞ്ഞാറ് മുറിച്ചേക്കാം. പക്ഷെ ഇത് മാത്രം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ആ കഴിച്ചാട്ടെ. സത്യമായിട്ടും എനിക്ക് വിശ്വാസം ആവണില്ല. രാജലക്ഷ്മി, നീ എന്നൊന്നും ഉള്ളിയേ. പൂർണ്ണ മനസ്സോടെ തന്നെയാ തരുന്നത്, കുടിച്ചോളൂ. ഉള്ളത് പറയാലോ, ഇപ്പഴാ നീ എന്റെ മരുമോളായത്. കുടുംബത്തിൽ ഒരു നേവിക്കാരനായ മരുമോൻ വന്ന് കേറുമ്പോ വല്ലപ്പോഴും കമ്പനി കൊടുക്കാൻ ഇങ്ങനെ ഒരു കാരണവര് വേണമല്ലോ. എന്താ നീ പറഞ്ഞത്? അതൊന്നുകൂടെ കേക്കട്ടെ. എന്റെ മനസ്സില് വെറുതെ ഒരു മോഹം. നമ്മുടെ പൂജമോൾക്ക് സഞ്ജയ് ഒന്ന് ആലോചിച്ചാലോ? നേര് പറയാലോ രാജലക്ഷ്മി, എന്റെ മനസ്സിലും തോന്നിയ ഒരു ആഗ്രഹ. പക്ഷെ നിന്നോട് പറഞ്ഞ ഒരു അബദ്ധാവോന്ന് പേടിച്ച് മിണ്ടിയില്ല. കുട്ടികൾ ഇപ്പൊ അറിയണ്ട. വല്യമ്മ നാട്ടില് ചെന്ന് അവന്റെ വീട്ടുകാരുമായി ആലോചിച്ച് ജാതകപ്പുറത്ത് നോക്കിയിട്ട് മതി എല്ലാം. എപ്പ പുറപ്പെട്ടു എന്ന് ചോദിച്ചാ മതി. അല്ല, അവന്റെ സമ്മതം കൂടി അറിയണ്ടേ? എനിക്ക് വിശ്വാസമുണ്ട് അവൻ സമ്മതിക്കുമെന്ന്. ഓ, എന്റെ പേരക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുള്ളൂ. രാജലക്ഷ്മി, നീ ഒരു ലാർജും കൂടി ഒഴിച്ചേ. ഇനി ഒന്നിനും ഒരു വിഘ്നമില്ലാതെ ഇതൊരു പതിവായിക്കോട്ടെ. അത്രയ്ക്കങ്ങോട്ട് വേണം. വേണ്ടേ? വേണം അല്ലേ? ആവശ്യമുള്ളൂ. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ വാവാച്ചിയുടെ. അയ്യോ, അപ്പൊ ഇന്നാണല്ലേ ഫെബ്രുവരി 29? അതെ, 4 ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന മഹാസുദിനം ഇന്നാണ്. നീ ഓർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്തേനെ. ഏയ്, നാട്ടിന്ന് വെളുപ്പിനെ തന്നെ മുത്തച്ഛൻ വിളിച്ച് ഓർമ്മിപ്പിച്ചു. അമ്മ ഇന്നലെ തന്നെ കേക്കിന് ഓർഡർ ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയാലുടൻ പാർട്ടി ക്ലബില്.